പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കായിക പ്രേമികൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യ ഏകദിന പരമ്പര ജയിച്ചിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് മിന്നും ജയം. അവസാന നിർണായക മത്സരത്തിലാണ് ഇന്ത്യ വിജയം കൈവരിച്ചത്. അങ്ങനെ 2-1 എന്നുള്ള ആ ഒരു കണക്കിൽ ഇന്ത്യ ജയിച്ചിരിക്കുന്നു. ഏകദിന പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യത്തെ മത്സരവും മൂന്നാമത്തെ മത്സരവുമാണ് ഇന്ത്യ ജയിച്ചത്. അതിൻ്റെ ഇടയിൽ സൗത്ത് ആഫ്രിക്ക ഒന്ന് ജയിച്ചെങ്കിലും ഒട്ടും വിട്ടുകൊടുത്തില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഏകദിനത്തിലെ ആ ജയം എന്ന് പറയുന്നത്. ആ ഒരു ജയത്തോടെ ഏകദിന പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടിയിരിക്കുന്നു. വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി. രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറി നേടി എന്നുള്ളതാണ്. ഒരു വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ടോസ് നഷ്ടമായി ബാറ്റിങ്ങിന് ഇറങ്ങിയതായിരുന്നു ദക്ഷിണാഫ്രിക്ക. 270 റൺ എടുത്തിട്ടാണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത്. ഒപ്പം 47 കൃത്യമായി പറഞ്ഞാൽ 48 ഓവറിന് 1 ബോൾ ശേഷിക്കെ ഇന്ത്യൻ ബോളർമാർ ദക്ഷിണാഫ്രിക്കൻ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. മിന്നും പ്രകടനം തന്നെയായിരുന്നു. ഇന്ത്യൻ ബോളർമാരുടെ ഒരു മിന്നും പ്രകടനം തന്നെയാണ് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഓപ്പണർ ക്വിന്റൻ ഡി കോക്കിന്റെ സെഞ്ചുറി 106 റൺസാണ് ക്വിന്റൻ ഡി കോക്ക് എടുത്തത്. ആ ഒരൊറ്റ ബലത്തിലാണ് പ്രോട്ടീസ് പൊരുതാവുന്ന ഒരു സ്കോറിലേക്കെങ്കിലും എത്തിയത് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ബോളർമാരുടെ നേട്ടം എന്ന് പറയുന്നത്. 46 എടുത്ത ക്യാപ്റ്റൻ ബാവുമയും നടത്തിയ ചെറുത്തുനിൽപ്പ് ചെറുതല്ല. ക്വിന്റൻ ഡി കോക്കിന്റെ ആ ഒരു സെഞ്ചുറിയും ക്യാപ്റ്റൻ ബാവുമയുടെ ആ ഒരു 46 റൺസും തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ ഒന്ന് തലപൊക്കി, ഒന്ന് ചെറുത്ത് നിൽക്കാൻ, ഒന്ന് കാലുറപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കുൽദീപ് യാദവും പ്രസിദ്ധ് കൃഷ്ണ മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 4 വീതം വിക്കറ്റുകളാണ് ഇവർ രണ്ടുപേരും നേടിയത് എന്നുള്ളതാണ്. പ്രസിദ്ധ് കൃഷ്ണ എന്നുള്ള ആ പേര് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഇനിയുമുള്ള മത്സരങ്ങളിലേക്കും ഒക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ അതിലേക്കുള്ള ആ ഒരു സംഭാവന കൂടിയാണ് ഇന്നിപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ നടത്തിയിരിക്കുന്നത്. 4 വിക്കറ്റുകളാണ് ഒരു ഏകദിന മത്സരത്തിൽ എടുത്തത് എന്നുള്ളത് ചില്ലറ കാര്യമല്ല. കുൽദീപ് യാദവിനെ സംബന്ധിച്ച് മറ്റുള്ളവരെക്കാൾ, അല്ലെങ്കിൽ അനുഭവം ഉള്ള ഒരു കളിക്കാരൻ ആ കുൽദീപ് യാദവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രസിദ്ധ് കൃഷ്ണയുടെ ഈ ഒരു നേട്ടം നമുക്ക് ചെറുതായി കാണാനാകില്ല. ഇപ്പോൾ 4 വീതം വിക്കറ്റുകളാണ് കുൽദീപ് യാദവും പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ഹർഷ്ദീപ് സിംഗും ജഡേജയും മോശമല്ല, ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ പ്രോട്ടീസിന്റെ തുടക്കത്തിലെ പതറി എന്നുള്ളതും കൂടിയാണ്. ഈ ക്വിന്റൻ ഡി കോക്കിന്റെയും ബാവുമയുടെയും ഒക്കെ തന്നെ റൺസ് മാത്രം കൊണ്ടാണ് അവരൊരു ചെറുത്തുനിൽപ്പ് 270 റൺസ് എന്നുള്ള നിലയിലേക്ക് തന്നെ എത്തിയത് എന്നുള്ളത് പറയാൻ സാധിക്കും. ഒപ്പം പ്രസിദ്ധ് കൃഷ്ണയുടെയും കുൽദീപ് യാദവിന്റെയും ബോളുകൾ, ഒപ്പം തന്നെ ജഡേജ, ഒപ്പം കൂട്ടിന് ജഡേജയും ഹർഷ്ദീപ് സിംഗും നടത്തിയ ആ ഒരു പ്രകടനവും ഒക്കെ തന്നെ ഇന്ത്യയെ ഏകദിന പരമ്പര സ്വന്തമാക്കാൻ സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2023 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെയാണ് ഇതിനു മുമ്പ് അവസാനമായി ഇന്ത്യ ടോസ് നേടുന്നത്. അത് മറ്റൊരു കണക്കാണ്. എന്തായാലും ഇന്നത്തെ നേട്ടം ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 3 മത്സരങ്ങൾ ഉൾപ്പെട്ട ആ ഏകദിനം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു.